പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തെ ഗുരുതരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്ന് എളമരം കരീം എം പി. നിയമം നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ ഭയാനക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും എളമരം കരീം പറഞ്ഞു. മതേതര ജനാധിപത്യത്തിനേറ്റ വലിയ ആഘാതമെന്നായിരുന്നു വയനാട്ടിലെ ഇടതു സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രതികരണം. ഇന്ന് കേന്ദ്ര ഭരിക്കുന്ന RSS BJP ഗവൺമെന്റ് പൗരത്വ ഭേദഗതി നിയമം അത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ മതേതര ജനാധിപത്യ രാജ്യമായി ഇന്ത്യയുടെ പൗരത്വം എന്നുള്ളത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്കുക എന്നത് ആ മതേതര ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ആഘാതമാണ്, ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. 10 വോട്ട് 2 സീറ്റ് നേടുന്നതിനുള്ള തന്ത്രമായി ഇതിനെ കണ്ടുകൊണ്ട് നടത്തിയ നീക്കത്തെ അപലപിക്കുന്നതോടൊപ്പം തന്നെ ഒരു സമവായമില്ലാത്ത ഒരു നിയമം അത് നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണം. വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്നൊരൊറ്റ ലക്ഷ്യമേ ഇതിനകത്തുള്ളൂ. വർഗീയ ധ്രുവീകരണമല്ലാതെ മോദി ഗ്യാരണ്ടി, മറ്റ് നേട്ടങ്ങൾ ഇതൊന്നും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വിശ്വാസം നേടാൻ അവർക്ക് സാധ്യമല്ല. ഇതൊരവസാനത്തെ തുറപ്പിച്ചിട്ട തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിനെ അതിജീവിക്കും. കാരണം അയോധ്യയ്ക്ക് ശേഷവും കർഷക സമരം കണ്ടില്ലേ? ജനങ്ങൾ ഈ വർഗീയതയുടെ പിന്നാലെ പോവില്ല.